എൻ്റെ പേര് ഗംഗാ വി എം. ഞാൻ 2024 LSTS എക്സാമിൽ 153ാമത്തെ റാങ്കാണ് നേടിയിരിക്കുന്നത്. LSTS മീൻസ് പ്രിയാമ്പിളിലെ ക്ലാസ് എൻ്റെ പ്രിപ്പറേഷൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ LSTS പ്രിയാമ്പിൾ ഒരു പേപ്പർ 2 ബുക്ക് ഇറക്കുകയും അതുപോലെ ഒരു കറണ്ട് അഫയേഴ്സ് ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും എൻ്റെ പ്രിപ്പറേഷൻ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിയാമ്പിളിലെ ടെസ്റ്റ് സീരീസിലും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മോക്ക് എടുക്കുന്നത് എന്നെ എൻ്റെ ശരിക്കുമുള്ള പ്രിപ്പറേഷന് ശരിക്കുമുള്ള എക്സാം അറ്റംപ്റ്റ് ചെയ്തപ്പോൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാരണം നെഗറ്റീവ്സ് എവിടെ വന്നു, എന്തൊക്കെയാണ് ഞാൻ എക്സ്ട്രാ പഠിക്കേണ്ടത്, ഇതെല്ലാം എനിക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രിയാമ്പിളിൻ്റെ ടെസ്റ്റ് സീരീസ് എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രിയാമ്പിളിൽ മെയിൻസിൻ്റെ പ്രിപ്പറേഷനാണ് വരുന്നത്. അപ്പോൾ മലയാളം എനിക്ക് പേടിയായിരുന്നു. കാരണം എനിക്ക് അറിയില്ല മലയാളത്തിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് അറ്റംപ്റ്റ് ചെയ്യണോ അതോ അത് ഫുള്ളായിട്ട് വിടണോ, അങ്ങനെയൊക്കെ കൺഫ്യൂഷനിലാണ് ഞാൻ പ്രിയാമ്പിളിൽ ആദ്യം വരുന്നത് തന്നെ. അപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, മലയാളം ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളുണ്ട് കൂടെ, നമുക്കത് നോക്കാം എന്ന് പറഞ്ഞു. പിന്നീട് ഒരു 1-to-1 ക്ലാസ് തന്നെ എനിക്കിവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് തന്നു റീനോ മിസ്സുമായിട്ട്. അപ്പോൾ മിസ് എല്ലാ ദിവസവും ഇരുന്ന് വൈകിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ് എടുത്തു തന്നു. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേര് വരാൻ വേണ്ടിയിട്ട് ഒരു മെയിൻ കാരണം ആ മലയാളമാണ് എന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട്. സോ റീനോ മിസ്സിനും സാറിനും ഒരു പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. അങ്ങനെ മെയിൻസ് കഴിഞ്ഞിട്ട് പിന്നീട് ഇൻ്റർവ്യൂ ആയിരുന്നു. LSTI ഇൻ്റർവ്യൂവിൽ ഞാൻ ആകെ ഒരു മോക്കേ എടുത്തിട്ടുള്ളൂ, അത് പ്രിയാമ്പിളിൻ്റെ മോക്കാണ്. ഞാൻ കൂടുതൽ പ്രിപ്പറേഷൻ വയസ്സാണെങ്കിലും പ്രിയാമ്പിളിലെ പേപ്പർ 2 ബുക്ക് ഞാനൊന്ന് റീഡ് ചെയ്തു. അത് തന്നെയാണ് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒരു റിവിഷനും കൂടെ പോലെ ചെയ്തത്. പിന്നെ ഇൻ്റർവ്യൂ ഇവിടുത്തെ ഒരു മോക്ക് ഇൻ്റർവ്യൂ എനിക്ക് എടുത്തത് അരുൺ സാറാണ്. സാർ എനിക്കൊരു 1-to-1 സെഷൻ, ഏകദേശം 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു 1-to-1 സെഷൻ എടുത്തു. സാർ എനിക്ക് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, ഞാൻ ഉത്തരം പറയുന്നു. എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് സാർ ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്, ഞാൻ റെസ്പോണ്ട് ചെയ്ത രീതി ശരിയാണോ, എവിടെയാണ് ഞാൻ തിരുത്തേണ്ടത്, എന്തൊക്കെ തെറ്റുകുറവുകളാണ് എനിക്കുള്ളത്, ഇതെല്ലാമാണ് സാർ പറഞ്ഞത്. എന്നിട്ട് ഇതിൻ്റെ വീഡിയോസും എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് പിന്നീട് ഇരുന്ന് ഇതൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കാനും പറ്റും. ഞാൻ ഇങ്ങനെയാണ് ഇരുന്നത്, ഞാൻ ഇങ്ങനെയാണ് സംസാരിച്ചത്, ഇതൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ ഒരു ഏരിയ പ്രിപ്പറേഷൻ കുറവാണ്, ഇങ്ങനെ എനിക്കും സ്വയമേ വിലയിരുത്താനും കൂടെ ആ ഒരു മോക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്. സോ അരുൺ സാറിനും അതുപോലെ തന്നെ ആ ഒരു 1-to-1 സെഷൻ എനിക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് തന്നത് അസർ സാറും അജു സാറുമാണ്. അപ്പോൾ അവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇതുവരെയുള്ള ജേർണിയിൽ പ്രിയാമ്പിളിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് ഒരു ആഗ്രഹമുണ്ട്, തീവ്രമായിട്ട് നമുക്കൊരു സർക്കാർ ഉദ്യോഗം വേണം എന്നൊരു തീരുമാനത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ. അതിന് നമുക്ക് വേണ്ടത് എന്താണ്? നന്നായിട്ട് ജെന്യൂനായിട്ട് നമ്മൾ സക്സസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പിടി മനുഷ്യരാണ്. അത് എനിക്ക് ശരിക്കും ലഭിച്ചത് പ്രിയാമ്പിളിൽ നിന്നാണ്. ഞാൻ എൻ്റെ മെയിൻസിൻ്റെ ആയാലും ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷനിലായാലും എല്ലാം ഇവിടെ വന്ന് ഇവിടുത്തെ സാറുമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ചും കൂടെ സ്റ്റുഡൻറ്റ് അപ്രോച്ചബിൾ ആണ്, റിസൾട്ട് ഓറിയൻറ്റഡ് അല്ല. കുറച്ചും കൂടെ സ്റ്റുഡൻസിന് എന്ത് വേണം, ഓക്കെ അവർക്ക് അതാണോ ആവശ്യം എങ്കിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യണം. റീഡിംഗ് റൂം ഫെസിലിറ്റീസ് അതൊക്കെ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് തരുന്ന ഒരു സ്ഥാപനമായിട്ട് എനിക്ക് പ്രിയാമ്പിൾ തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്ക് എപ്പോഴും ആവശ്യം ഓക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ സക്സസ് ആഗ്രഹിക്കുന്ന കുറച്ച് പേരാണ്. അപ്പോൾ അങ്ങനെ സക്സസ് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും നിങ്ങൾക്ക് പ്രിയാമ്പിൾ എഡ്യൂക്കേഷൻ. നിങ്ങളൊരു ട്രൂ ആസ്പിറൻ്റ് ആണ്, സക്സസ് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിയാമ്പിൾ ആയിരിക്കണം നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ. കാരണം അങ്ങനെ ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷനും നിങ്ങൾക്ക് പ്രിയാമ്പിൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ തന്നെയാണ്.